ഇന്ന് നമ്മൾ ഒരു അസാധാരണമായ യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഇത് സാധാരണ യാത്രയല്ല, സമയത്തിന്റെ തുരങ്കത്തിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ്. പുരാതന ഈജിപ്തിന്റെ ഹൃദയത്തിലേക്ക്, നൈൽ നദിയുടെ പവിത്രമായ തീരങ്ങളിലേക്ക്, ദേവന്മാരും ഫറവോകളും ഭരിച്ച കാലത്തേക്ക് നാം യാത്ര ചെയ്യുകയാണ്. കണ്ണുകൾ അടയ്ക്കൂ, ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ ഒരു പുരാതന കപ്പലിലാണ്, നൈലിന്റെ ശാന്തമായ അലകളിൽ സഞ്ചരിക്കുന്നു. രണ്ട് വശങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ വയലുകൾ, ദൂരെ മണൽ മരുഭൂമി, ആകാശത്ത് തിളങ്ങുന്ന സൂര്യൻ. ഇതാണ് പുരാതന ഈജിപ്തിന്റെ ലോകം, നാഗരികതയുടെ തൊട്ടിലിൽ ഒന്ന്. നൈൽ നദി ഈജിപ്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, അത് വെറും ജീവനാഡിയേക്കാൾ കൂടുതലായിരുന്നു. നൈൽ തന്നെയാണ് ഈജിപ്ത്. ആ നദിയില്ലായിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ സാമ്രാജ്യങ്ങളിൽ ഒന്ന് നിലവിൽ വരുമായിരുന്നില്ല. ഓരോ വർഷവും നൈൽ കരകവിയുന്നു, തീരങ്ങളിൽ പോഷകസമൃദ്ധമായ മണ്ണ് നിക്ഷേപിക്കുന്നു. ആ മണ്ണിൽ കൃഷി നടക്കുന്നു, ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നു, സമ്പത്ത് വർദ്ധിക്കുന്നു. ഈ ചക്രം പതിനായിരക്കണക്കിന് വർഷങ്ങളായി തുടർന്നു. ഈജിപ്ഷ്യൻ ജനത നൈലിനെ ഒരു ദൈവമായി കണ്ടു, അതിനെ ആരാധിച്ചു, അതിന്റെ ഓരോ വെള്ളപ്പൊക്കത്തെയും ഒരു അനുഗ്രഹമായി കരുതി. ഈ നൈലിന്റെ തീരങ്ങളിലാണ് ഫറവോകൾ ഭരിച്ചത്. ഫറവോകൾ സാധാരണ മനുഷ്യരല്ല, അവർ ദേവന്മാരുടെ ഭൗമിക പ്രതിനിധികളായിരുന്നു. ജനങ്ങൾ വിശ്വസിച്ചത് ഫറവോകൾ ദേവന്മാരുടെയും മനുഷ്യരുടെയും ഇടയിലുള്ള പാലമാണെന്നാണ്. ഫറവോയുടെ വാക്ക് നിയമമായിരുന്നു, ഫറവോയുടെ അനുഗ്രഹം ദേവാനുഗ്രഹമായിരുന്നു. അവരുടെ കിരീടധാരണ ചടങ്ങുകൾ വെറും ചടങ്ങുകളായിരുന്നില്ല, അവ മഹോത്സവങ്ങളായിരുന്നു, ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. എല്ലാ ഫറവോയുടെയും ഭരണം ആരംഭിക്കുമ്പോൾ ഈജിപ്ത് ഒരു പുതിയ പ്രഭാതം കാണുമെന്ന് ജനങ്ങൾ കരുതി. ഈ കിരീടധാരണ ചടങ്ങുകളുടെ കേന്ദ്രബിന്ദുവിലാണ് മാമ്മോദീസ എന്ന ശുദ്ധീകരണ ചടങ്ങ് വരുന്നത്. മാമ്മോദീസ എന്ന വാക്ക് കേട്ടാൽ നമ്മൾ ക്രിസ്തീയ പാരമ്പര്യത്തെ ഓർക്കും. പക്ഷേ ഈ ആശയം ക്രിസ്തുമതത്തിനും വളരെ മുമ്പേ ഉണ്ടായിരുന്നു. ജലം ഉപയോഗിച്ചുള്ള ശുദ്ധീകരണം പുരാതന നാഗരികതകളുടെ ഒരു സാധാരണ പാരമ്പര്യമാണ്. പക്ഷേ ഈജിപ്ഷ്യൻ മാമ്മോദീസ വ്യത്യസ്തമായിരുന്നു. അവർ വെറും ശുദ്ധീകരണം മാത്രമായിരുന്നില്ല, അവ രൂപാന്തരീകരണമായിരുന്നു. ഫറവോ ഈ ചടങ്ങിലൂടെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു ദൈവിക ജീവിയായി മാറുന്നു. അവൻ ദേവന്മാരുടെ അനുഗ്രഹം സ്വീകരിക്കുന്നു, ജീവന്റെയും ആധിപത്യത്തിന്റെയും പ്രതീകമായി മാറുന്നു. ഈ ചടങ്ങ് പൂർത്തിയാകുമ്പോൾ ഫറവോ ഇനി ഒരു മനുഷ്യനല്ല, അവൻ ഒരു ദേവനാണ്. ഈ അത്ഭുതകരമായ കഥയുടെ തുടക്കം ഫിലായ് ദ്വീപിൽ നിന്നാണ്. ഫിലായ് നൈലിന്റെ ആദ്യ കാറ്ററാക്റ്റിനടുത്ത് അസ്വാൻ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ്. ഈ ദ്വീപ് സാധാരണമായി തോന്നാം, പക്ഷേ ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ അതിന് വളരെ പ്രത്യേക സ്ഥാനമുണ്ട്. ഫിലായ് ദ്വീപ് ഐസിസ് ദേവിയുടെ പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു. ഐസിസ് പ്രേമത്തിന്റെയും മാജിക്കിന്റെയും മാതൃത്വത്തിന്റെയും ദേവത, ഈജിപ്തിലെ ഏറ്റവും ശക്തമായ ദേവതകളിൽ ഒരാൾ. അവളുടെ ക്ഷേത്രം ഫിലായിലുണ്ടായിരുന്നു, അവിടെ ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തിയിരുന്നു, അവരുടെ പ്രാർത്ഥനകളും അഭ്യർത്ഥനകളുമായി. ഫിലായിൽ തന്നെ ഐസിസിന്റെ ക്ഷേത്രത്തിനൊപ്പം മറ്റൊരു പ്രധാന ക്ഷേത്രം കൂടി ഉണ്ടായിരുന്നു, ഹരൻഡോട്ടസ് എന്ന ക്ഷേത്രം, ഹോറസ് ദി അവെഞ്ചർ എന്ന് അറിയപ്പെടുന്ന ഹോറസിന്റെ ക്ഷേത്രം. ഹോറസ് ആകാശത്തിന്റെ ദേവൻ, പ്രതികാരത്തിന്റെ ദേവൻ, ഫാൽക്കൺ തലയുള്ള ഒരു ശക്തമായ ദൈവം. ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് 4 മനോഹരമായ തൂണുകൾ ഉണ്ടായിരുന്നു, വശങ്ങളിൽ കനത്ത ഭിത്തികളുണ്ടായിരുന്നു. ഈ തൂണുകളും ഭിത്തികളും ബന്ധിപ്പിച്ചിരുന്ന ഒരു മറമതിൽ പോലെയുള്ള മതിലുണ്ടായിരുന്നു. ആ മതിലിന്റെ ഭാഗമായിരുന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ശിലാഫലകം. ഈ ശിലാഫലകം ഒരു സാധാരണ കല്ലല്ല, ഇത് ചരിത്രത്തിന്റെ ഒരു ജീവനുള്ള സാക്ഷ്യമാണ്. ഫറവോയുടെ ശുദ്ധീകരണത്തിന്റെ കഥ പറയുന്ന ഒരു കല്ല്, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കല്ല്, ഇപ്പോഴും നമുക്ക് അതിന്റെ രഹസ്യങ്ങൾ മന്ത്രിക്കുന്ന ഒരു കല്ല്. ഈ കല്ലിൽ കൊത്തിയെടുത്ത രംഗം കാണുമ്പോൾ നമ്മൾ പുരാതന ഈജിപ്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നു. നമുക്ക് അനുഭവപ്പെടുന്നു ഈ ചടങ്ങിന്റെ പവിത്രത, അതിന്റെ മഹത്വം, അതിന്റെ ദൈവികത. ഈ ശില്പത്തിൽ എന്താണ് കാണുന്നത്? ഹോറസ് ദേവൻ ഫാൽക്കൺ തലയോടെ ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് തോത്ത് ദേവൻ ഐബിസ് പക്ഷിയുടെ നീണ്ട വളഞ്ഞ കൊക്കുള്ള തലയോടെ നിൽക്കുന്നു. ഇരു ദേവന്മാരും കൈകളിൽ പാത്രങ്ങൾ പിടിച്ചിരിക്കുന്നു. ആ പാത്രങ്ങളിൽ നിന്ന് പവിത്രമായ ജലം ഒഴുകുന്നു, രാജാവിന്റെ തലയ്ക്ക് മുകളിലേക്ക്. പക്ഷേ ഇത് സാധാരണ ജലമല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഈ ജലം അൻഗ് എന്ന ചിഹ്നത്തിന്റെയും വാസ് എന്ന ചിഹ്നത്തിന്റെയും രൂപത്തിലാണ് ഒഴുകുന്നത്. അൻഗ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നങ്ങളിൽ ഒന്നാണ്. ഇത് ജീവന്റെ ചിഹ്നമാണ്. ഒരു കുരിശിനോട് സാമ്യമുള്ളതാണ് അൻഗ്, പക്ഷേ മുകളിൽ ഒരു വൃത്താകൃതിയിലുള്ള ലൂപ്പുണ്ട്. ഈ ചിഹ്നം എല്ലാ ഈജിപ്ഷ്യൻ കലയിലും കാണാം. ശവകുടീരങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, പാപ്പൈറസ് ചുരുളുകളിൽ, ആഭരണങ്ങളിൽ, എല്ലായിടത്തും അൻഗ് ഉണ്ട്. ദേവന്മാർ പലപ്പോഴും അൻഗ് കൈകളിൽ പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു, അവർ മനുഷ്യർക്ക് ജീവൻ നൽകുന്നതുപോലെ. ഫറവോകൾക്ക് അൻഗ് നൽകുന്ന ദേവന്മാരുടെ ചിത്രങ്ങൾ സാധാരണമാണ്, അതിനർത്ഥം ദേവന്മാർ രാജാവിനെ അനുഗ്രഹിക്കുകയും അവനു നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു എന്നാണ്. വാസ് മറ്റൊരു പ്രധാന ചിഹ്നമാണ്.
ഇത് ആധിപത്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. ഒരു നീണ്ട ദണ്ട് പോലെയാണ് വാസ്, മുകളിൽ ഒരു മൃഗത്തിന്റെ തല ഉള്ളത്. ദേവന്മാരും ഫറവോകളും പലപ്പോഴും വാസ് കൈകളിൽ പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് അവരുടെ അധികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും അടയാളമാണ്. വാസ് പിടിക്കുന്നവൻ ശക്തനാണ്, നിയന്ത്രണത്തിലാണ്, ആളുകളെ നയിക്കാൻ കഴിവുള്ളവനാണ്. ഈ രണ്ട് ചിഹ്നങ്ങളും ചേർന്ന് ജലത്തിന്റെ രൂപത്തിൽ ഒഴുകുമ്പോൾ അർത്ഥം വ്യക്തമാണ്. ദേവന്മാർ ഫറവോക്ക് ജീവനും ആധിപത്യവും നൽകുകയാണ്, അവനെ ഒരു ദൈവികനായി മാറ്റുകയാണ്. ഇപ്പോൾ രാജാവിന്റെ തല നോക്കാം. നിർഭാഗ്യവശാൽ രാജാവിന്റെ തല ഭാഗികമായി മാത്രമേ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. കാലത്തിന്റെ പ്രഹരങ്ങൾ ഈ ശിലാഫലകത്തെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ പണ്ഡിതന്മാർക്ക് ഈ രാജാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അവൻ ഒരു ക്ലോഡിയൻ ചക്രവർത്തിയാണ്, അതായത് റോമൻ കാലഘട്ടത്തിലെ ഒരു ചക്രവർത്തിയാണ്. ഏറ്റവും സാധ്യത ഇത് ക്ലോഡിയസ് അല്ലെങ്കിൽ നീറോ ആകാം. ഇത് കേട്ടപ്പോൾ അല്പം അത്ഭുതമായിരിക്കാം. റോമൻ ചക്രവർത്തിമാർ ഈജിപ്തിൽ ഫറവോകളായി. അതെ, അത് സത്യമാണ്. റോമൻ കാലഘട്ടം ഈജിപ്തിന്റെ ചരിത്രത്തിൽ ഒരു സങ്കീർണമായ അധ്യായമാണ്. BC 30-ൽ റോം ഈജിപ്തിനെ കീഴടക്കി. ക്ലിയോപാട്ര ഏഴാമന്റെ മരണത്തോടെ സ്വതന്ത്ര ഈജിപ്തിന്റെ അവസാനം കുറിച്ചു. പക്ഷേ റോമൻ ചക്രവർത്തിമാർ ഈജിപ്തിനെ കേവലം ഒരു കോളനിയായി മാത്രം കണ്ടില്ല. അവർ ഈജിപ്ഷ്യൻ പാരമ്പര്യങ്ങളെ മാനിച്ചു, ഈജിപ്ഷ്യൻ ചടങ്ങുകൾ പിന്തുടർന്നു, ഫറവോകളായി സ്വീകരിക്കപ്പെട്ടു. റോമിൽ അവർ ചക്രവർത്തിമാരായിരുന്നു, പക്ഷേ ഈജിപ്തിൽ അവർ ഫറവോകളായിരുന്നു. ഈ ഇരട്ട സ്വത്വം വളരെ രസകരമായ ഒരു ചരിത്ര പ്രതിഭാസമാണ്. ക്ലോഡിയസ് AD 41 മുതൽ 54 വരെ ഭരിച്ചവൻ ഒരു സങ്കീർണമായ വ്യക്തിത്വമായിരുന്നു. ചരിത്രകാരന്മാർ അദ്ദേഹത്തെ പലവിധത്തിൽ വിവരിക്കുന്നു. ചിലർ അദ്ദേഹത്തെ ബുദ്ധിമാനായ ഭരണാധികാരിയായി കാണുന്നു, മറ്റു ചിലർ ദുർബലനായ ചക്രവർത്തിയായി. എന്നാൽ ഈജിപ്തിൽ ക്ലോഡിയസ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു, പുരോഹിതരുമായി സഹകരിച്ചു, ഈജിപ്ഷ്യൻ ചടങ്ങുകൾ പൂർണ്ണമായി പിന്തുടർന്നു. ക്ലോഡിയസിന്റെ ഭരണകാലത്ത് ഫിലായിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. പുതിയ ശിലാഫലകങ്ങൾ കൊത്തിയെടുത്തു, പുതിയ തൂണുകൾ സ്ഥാപിച്ചു, ക്ഷേത്രം കൂടുതൽ മഹത്തരമാക്കി. നീറോ AD 54 മുതൽ 68 വരെ ഭരിച്ചവൻ ഒരു വിവാദ ചക്രവർത്തിയായിരുന്നു. റോമിൽ അദ്ദേഹം ക്രൂരക്കും ഭ്രാന്തിനും പേരുകേട്ടവനായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈജിപ്തിൽ നീറോയും ഫറവോയായിരുന്നു. ഈജിപ്ഷ്യൻ ശില്പങ്ങളിൽ നീറോയെ ഹോറസിന്റെ രൂപത്തിൽ ഒരു ദൈവികനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശിലാഫലകം ഏതെങ്കിലും ഈ രണ്ട് ചക്രവർത്തിമാരിൽ ഒരാളുടേതാണ്. ഇത് റോമൻ ഫറവോകളുടെ ഒരു സ്മാരകമാണ്, ഈജിപ്ഷ്യൻ റോമൻ സംസ്കാരങ്ങളുടെ സംഗമത്തിന്റെ ഒരു പ്രതീകമാണ്. ഇത് നമുക്ക് കാണിച്ചുതരുന്നു സംസ്കാരങ്ങൾ എങ്ങനെ സമന്വയിപ്പിക്കുന്നു, വ്യത്യസ്ത പാരമ്പര്യങ്ങൾ എങ്ങനെ ഒന്നിച്ചു വരുന്നു, എങ്ങനെ ഒരു പുതിയ സാംസ്കാരിക സത്വം സൃഷ്ടിക്കപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ഹോറസ് ദേവനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. ഹോറസ് ഈജിപ്ഷ്യൻ മിത്തോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒരാൾ. ഫാൽക്കൺ തലയുള്ള ഈ ദേവൻ ആകാശത്തിന്റെയും യുദ്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും ദേവനാണ്. ഹോറസിന്റെ കഥ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഹൃദയമാണ്. ഇത് ഒരു മഹാകാവ്യമാണ്, പ്രതികാരത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും കഥ. നമുക്ക് ആ കഥയുടെ തുടക്കത്തിലേക്ക് പോകാം, ഒസിറിസിന്റെ കാലത്തേക്ക്. ഒസിറിസ് ഈജിപ്തിന്റെ മഹാനായ രാജാവായിരുന്നു. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയായിരുന്നു, ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു. ഒസിറിസ് ഈജിപ്ഷ്യൻ ജനതയെ കൃഷി പഠിപ്പിച്ചു, നാഗരികതയുടെ വഴികൾ കാണിച്ചുകൊടുത്തു, അവരെ കുരുടമായ ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ഒസിറിസിന്റെ ഭാര്യ ഐസിസ് ആയിരുന്നു, മാജിക്കിന്റെയും സ്നേഹത്തിന്റെയും ദേവി. അവർ തമ്മിലുള്ള പ്രണയം ഒരു ഇതിഹാസമായിരുന്നു. പക്ഷേ എല്ലാ മഹത്തായ കഥകളിലും ദുഷ്ടത ഉണ്ട്. ഈ കഥയിൽ ആ ദുഷ്ടത സെറ്റ് എന്ന പേരിൽപ്പെടുന്നു. സെറ്റ് ഒസിറിസിന്റെ സഹോദരനായിരുന്നു, പക്ഷേ സഹോദരസ്നേഹം അവന്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു. അസൂയയും വെറുപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെറ്റ് കുഴപ്പത്തിന്റെയും അരാജകത്വത്തിന്റെയും മരുഭൂമിയുടെയും ദേവനായിരുന്നു. അവൻ ഒസിറിസിനെ അസൂയപ്പെട്ടു, അവന്റെ സിംഹാസനം മോഷ്ടിക്കാൻ ആഗ്രഹിച്ചു. സെറ്റ് ഒരു കുടിലമായ പദ്ധതി തയ്യാറാക്കി. അവൻ ഒരു മനോഹരമായ ശവപ്പെട്ടി നിർമ്മിച്ചു, വളരെ അലങ്കരിച്ചതും ആകർഷകവും. ആ ശവപ്പെട്ടി ഒസിറിസിന്റെ ശരീരത്തിന് കൃത്യമായി യോജിക്കുന്ന രീതിയിലായിരുന്നു. സെറ്റ് ഒരു വിരുന്ന് സംഘടിപ്പിച്ചു, എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു. വിരുന്നിനിടയിൽ അവൻ ശവപ്പെട്ടി കാണിച്ചു, ഒരു കളി നിർദ്ദേശിച്ചു. ആര് ഈ ശവപ്പെട്ടിയിൽ നന്നായി യോജിക്കുന്നുവോ അവർക്ക് അത് സമ്മാനമായി നൽകാമെന്ന്. എല്ലാവരും ഒന്നൊന്നായി ശവപ്പെട്ടിയിൽ കിടന്നു, പക്ഷേ ആർക്കും നന്നായി യോജിച്ചില്ല. ഒടുവിൽ ഒസിറിസ് ശവപ്പെട്ടിയിൽ കിടന്നു. അത് അവനോട് തികച്ചും യോജിച്ചു. അപ്പോൾ സെറ്റിന്റെ സഹായികൾ ഒസിറിസ് അകത്താണെന്ന് മനസ്സിലാക്കിയ ഉടനെ ശവപ്പെട്ടിയുടെ മൂടി അടച്ചു, അത് മുദ്രവെച്ചു, നൈൽ നദിയിലേക്ക് എറിഞ്ഞു. ഒസിറിസ് കുടുങ്ങിപ്പോയി, മുങ്ങിമരിച്ചു. ഇത് ഒരു ദുഃഖകരമായ നിമിഷമായിരുന്നു, ഈജിപ്തിനെ ഇരുട്ട് വലയം ചെയ്തു. ഐസിസ് തന്റെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ദുഃഖത്താൽ തകർന്നു. പക്ഷേ അവൾ ഉപേക്ഷിച്ചില്ല. അവൾ ഒസിറിസിനെ തിരയാൻ ആരംഭിച്ചു, ഈജിപ്തിന്റെ എല്ലാ കോണുകളിലും സഞ്ചരിച്ചു, നൈലിന്റെ എല്ലാ തീരങ്ങളിലും അന്വേഷിച്ചു. നെഫ്തിസ് സെറ്റിന്റെ ഭാര്യയായിരുന്ന അവളുടെ സഹോദരി ഐസിസിനെ സഹായിച്ചു.
അവർ ഒരുമിച്ച് തിരഞ്ഞു. ഒടുവിൽ ബൈബ്ലോസ് എന്ന സ്ഥലത്ത് ഒരു വലിയ മരത്തിനുള്ളിൽ ശവപ്പെട്ടി കണ്ടെത്തി. ആ മരം ഒരു രാജകൊട്ടാരത്തിന്റെ തൂണായി ഉപയോഗിച്ചിരുന്നു. ഐസിസ് തന്റെ മാജിക് ഉപയോഗിച്ച് തൂൺ തകർത്തു, ശവപ്പെട്ടി വീണ്ടെടുത്തു, ഒസിറിസിനെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. ഐസിസ് തന്റെ മാജിക്കിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഒസിറിസിനെ താൽക്കാലികമായി പുനരുജ്ജീവിപ്പിച്ചു. ആ ഹ്രസ്വമായ സമയത്ത് അവർ ഒരുമിച്ചായി. അവൾ ഗർഭം ധരിച്ചു. അവരുടെ പുത്രനായി ജനിച്ചത് ഹോറസ് ആയിരുന്നു. പക്ഷേ സെറ്റ് ഐസിസ് ഒസിറിസിനെ കണ്ടെത്തിയെന്ന് അറിഞ്ഞു. അവൻ വീണ്ടും ദുഷ്ടത പ്രവർത്തിച്ചു. ഒസിറിസിന്റെ ശരീരം മോഷ്ടിച്ചു. അത് 14 കഷണങ്ങളാക്കി ഈജിപ്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിച്ചു. സെറ്റ് വിചാരിച്ചു ഇനി ഒസിറിസിനെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കില്ലെന്ന്. പക്ഷേ ഐസിസ് ഉപേക്ഷിച്ചില്ല. അനുബിസ്, ശവപ്രേതങ്ങളുടെയും മമ്മിഫിക്കേഷന്റെയും ദേവൻ, അവളെ സഹായിച്ചു. തോത്ത്, ജ്ഞാനത്തിന്റെ ദേവൻ, അവളെ മാർഗനിർദ്ദേശം നൽകി. ഐസിസും നെഫ്തിസും അനുബിസും ഈജിപ്തിന്റെ എല്ലാ കോണുകളിലും സഞ്ചരിച്ചു. ഒസിറിസിന്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായി ശേഖരിച്ചു. ഒരു ഭാഗം മാത്രം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഐസിസ് തന്റെ മാജിക് ഉപയോഗിച്ച് ആ നഷ്ടപ്പെട്ട ഭാഗം പുനർനിർമ്മിച്ചു. തോത്തിന്റെ മന്ത്രങ്ങളും അനുബിസിന്റെ വൈദഗ്ധ്യവും ഉപയോഗിച്ച് ഒസിറിസിനെ മമ്മിയാക്കി ശരീരം സംരക്ഷിച്ചു. ഒസിറിസിന് ഇനി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ലെങ്കിലും അവൻ മരിച്ചുമില്ല. അവൻ മരണലോകത്തിന്റെ ദേവനായി, ദുവാറ്റ് എന്ന മരണാനന്തര ലോകത്തിന്റെ ഭരണാധികാരിയായി. ഈ കഥ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്. ഇത് മരണത്തെയും പുനർജന്മത്തെയും കുറിച്ചുള്ള ഒരു കഥയാണ്. ഒസിറിസ് മരിച്ചു, പക്ഷേ അവൻ നിത്യമായി. അവന്റെ കഥ എല്ലാ ഈജിപ്ഷ്യൻ ജനക്കും പ്രത്യാശ നൽകി. മരണം അവസാനമല്ല, അത് ഒരു പുതിയ തുടക്കമാണ്. ഈ വിശ്വാസം മമ്മിഫിക്കേഷന്റെ ആചാരത്തിന് കാരണമായി, ശവകുടീരങ്ങളുടെ നിർമ്മാണത്തിന് പ്രചോദനമായി, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ രൂപപ്പെടുത്തി. ഇപ്പോൾ ഹോറസിന്റെ കഥയിലേക്ക് മടങ്ങാം. ഹോറസ് ഐസിസിന്റെ പുത്രനായി ജനിച്ചു. സെറ്റ് അവനെ കൊല്ലാൻ ആഗ്രഹിച്ചു, കാരണം ഹോറസ് വളർന്നാൽ പ്രതികാരം ചെയ്യുമെന്ന് അവനറിയാമായിരുന്നു. ഐസിസ് തന്റെ മകനെ രക്ഷിക്കാൻ നൈലിന്റെ ചതുപ്പുകളിൽ ഒളിച്ചു. ആ ചതുപ്പുകൾ പാപ്പൈറസ് ചെടികളാൽ നിറഞ്ഞിരുന്നു. സെറ്റിന് അവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഐസിസ് ഹോറസിനെ സ്നേഹത്തോടെ വളർത്തി, അവനെ സംരക്ഷിച്ചു, തന്റെ മാജിക് പഠിപ്പിച്ചു. വെഡ്ജാറ്റ് ദേവി, ഒരു സർപ്പ ദേവത, ഹോറസിനെ രക്ഷിക്കാൻ സഹായിച്ചു. നെഗ്ബെറ്റ്, ഒരു കഴുകൻ ദേവത, അവനെ സംരക്ഷിച്ചു. ഹോറസ് വളർന്നു, ശക്തനായി, യുദ്ധവീരനായി. അവൻ തന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞു. സെറ്റിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. ഹോറസും സെറ്റും തമ്മിലുള്ള യുദ്ധം ഈജിപ്ഷ്യൻ മിത്തോളജിയിലെ ഏറ്റവും പ്രസിദ്ധമായ കഥകളിൽ ഒന്നാണ്. ഈ യുദ്ധം വർഷങ്ങളോളം നീണ്ടു. ദേവന്മാരുടെ മുൻപിൽ നടന്നു. ഈജിപ്തിന്റെ നിയന്ത്രണത്തിനായിരുന്നു. ഒരു പതിപ്പിൽ അവർ വിവിധ മൃഗങ്ങളുടെ രൂപത്തിൽ മാറി യുദ്ധം ചെയ്തു. മറ്റൊരു പതിപ്പിൽ അവർ നേരിട്ട് പോരാടി അസാധാരണമായ ശക്തി പ്രദർശിപ്പിച്ചു. യുദ്ധത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ സംഭവം ഹോറസിന്റെ കണ്ണ് നഷ്ടപ്പെട്ടതാണ്. സെറ്റ് ഒരു യുദ്ധത്തിൽ ഹോറസിന്റെ ഇടത് കണ്ണ് പറിച്ചെടുത്തു, അത് കഷണങ്ങളാക്കി. ഇത് ഹോറസിനെ ദുർബലപ്പെടുത്തി, പക്ഷേ തകർത്തില്ല. തോത്ത് ദേവൻ തന്റെ മാജിക്കിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഹോറസിന്റെ കണ്ണിന്റെ കഷണങ്ങൾ ശേഖരിച്ചു, അവയെ വീണ്ടും യോജിപ്പിച്ചു, കണ്ണ് പുനഃസ്ഥാപിച്ചു. ഈ കണ്ണ് ഐ ഓഫ് ഹോറസ് എന്ന് അറിയപ്പെട്ടു, വെഡ്ജാറ്റ് എന്നും വിളിക്കപ്പെട്ടു. ഇത് സംരക്ഷണത്തിന്റെയും സൗഖ്യത്തിന്റെയും പൂർണ്ണതയുടെയും ഒരു ശക്തമായ ചിഹ്നമായി മാറി. ഐ ഓഫ് ഹോറസ് ഈജിപ്ഷ്യൻ കലയിൽ എല്ലായിടത്തും കാണാം. ആഭരണങ്ങളിൽ, അമ്യൂലറ്റുകളിൽ, ശവകുടീരങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, പാപ്പൈറസ് ചുരുളുകളിൽ. ഈജിപ്ഷ്യൻ ജനത ഈ ചിഹ്നത്തെ വളരെ പവിത്രമായി കരുതി. അവർ വിശ്വസിച്ചു ഐ ഓഫ് ഹോറസ് അണിഞ്ഞാൽ ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്ന്, രോഗങ്ങൾ സുഖപ്പെടുമെന്ന്, അപകടങ്ങൾ ഒഴിവാക്കാമെന്ന്. ഫറവോകൾ ഈ ചിഹ്നം തങ്ങളുടെ കിരീടങ്ങളിലും ആഭരണങ്ങളിലും ഉപയോഗിച്ചു, തങ്ങളുടെ ദൈവിക ശക്തി കാണിക്കാൻ. യുദ്ധം ഒടുവിൽ അവസാനിച്ചു, ദേവന്മാരുടെ കോടതിയുടെ വിധിയോടെ. റാ ദേവൻ, സൂര്യദേവൻ എന്നെക്കാളും മഹാനായ ദേവൻ, ഹോറസിന് അനുകൂലമായി വിധിച്ചു. ഹോറസ് ഈജിപ്തിന്റെ നിയമാനുസൃത ഭരണാധികാരിയായി പ്രഖ്യാപിക്കപ്പെട്ടു. സെറ്റ് പരാജയപ്പെട്ടു, മരുഭൂമിയിലേക്ക് നാടുകടത്തപ്പെട്ടു. എന്നാൽ സെറ്റ് പൂർണ്ണമായും ദുഷ്ടനല്ലെന്ന് ചില കഥകൾ പറയുന്നു. അവൻ കുഴപ്പത്തിന്റെ പ്രതിനിധിയായിരുന്നു, എന്നാൽ കുഴപ്പവും പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. സെറ്റ് റായെ മരുഭൂമിയിൽ സംരക്ഷിക്കുന്നു, രാത്രിയിലെ സർപ്പമായ അപ്പോഫിസിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഈ സങ്കീർണത ഈജിപ്ഷ്യൻ മിത്തോളജിയുടെ മനോഹാരിത കാണിക്കുന്നു. ഹോറസ് ഈജിപ്തിന്റെ രാജാവായി നീതിയും ക്രമവും പുനഃസ്ഥാപിച്ചു. മാഅത്ത് സത്യത്തിന്റെയും നീതിയുടെയും സന്തുലിതാവസ്ഥയുടെയും ആശയം അവന്റെ ഭരണത്തിൽ പ്രബലമായി. ഫറവോകൾ ഹോറസിന്റെ ഭൗമിക പ്രതിനിധികളായി കണക്കാക്കപ്പെട്ടു. ഓരോ ഫറവോയും ഹോറസിന്റെ പുനർജന്മമായി കരുതപ്പെട്ടു, അവന്റെ നീതിയും ശക്തിയും തുടർന്നുകൊണ്ടുപോകുന്നവനായി. ഫറവോ മരിക്കുമ്പോൾ അവൻ ഒസിറിസായി മാറുന്നു, മരണലോകത്തിന്റെ ദേവനായി. പുതിയ ഫറവോ ഹോറസായി ആരോഹണം ചെയ്യുന്നു. ഈ ചക്രം ഈജിപ്ഷ്യൻ രാജവാഴ്ചയുടെ അടിസ്ഥാനമായിരുന്നു. ഇപ്പോൾ നമുക്ക് തോത്ത് ദേവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം.
തോത്ത് ജ്ഞാനത്തിന്റെ ദേവൻ, എഴുത്തിന്റെ ദേവൻ, മാജിക്കിന്റെ ദേവൻ, ചന്ദ്രന്റെ ദേവൻ, സമയത്തിന്റെ രേഖപ്പെടുത്തലിന്റെ ദേവൻ. തോത്തിന് നിരവധി റോളുകളുണ്ടായിരുന്നു, ഓരോന്നും പ്രധാനപ്പെട്ടത്. തോത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി കഥകളുണ്ട്. ചില പതിപ്പുകൾ പറയുന്നു അവൻ സ്വയം സൃഷ്ടിച്ചവനാണ്, തന്റെ സ്വന്തം വാക്കുകളിൽ നിന്ന് ജനിച്ചവനാണ്. മറ്റു ചിലത് പറയുന്നു അവൻ ഹോറസിന്റെയും സെറ്റിന്റെയും പുത്രനാണ്, ക്രമത്തിന്റെയും കുഴപ്പത്തിന്റെയും സമന്വയമാണ്. ഈ കഥ വളരെ രസകരമാണ്, കാരണം ഇത് തോത്തിന്റെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. തോത്ത് രണ്ട് വിപരീത ശക്തികളുടെ ഇടയിൽ സന്തുലിതാവസ്ഥ പാലിക്കുന്നവനാണ്, നീതിയുടെയും യുക്തിയുടെയും പ്രതിനിധിയാണ്. തോത്തിന്റെ യഥാർത്ഥ ഈജിപ്ഷ്യൻ നാമം ജെഹൂട്ടി എന്നായിരുന്നു. ഈ പേരിന്റെ അർത്ഥം ഐബിസിനെപ്പോലെ ഇരിക്കുന്നവൻ എന്നാണ്. തോത്തിനെ ചിത്രീകരിക്കുന്നത് രണ്ട് രൂപങ്ങളിലാണ്. ഒന്ന്, ഐബിസ് പക്ഷിയുടെ തലയോടെയുള്ള മനുഷ്യരൂപം. രണ്ട്, പൂർണ്ണമായും ഒരു ഐബിസ് പക്ഷിയായി. ഐബിസ് നൈലിന്റെ തീരങ്ങളിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്, നീണ്ട വളഞ്ഞ കൊക്കുള്ളത്. ഈ പക്ഷി പുരാതന ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ജ്ഞാനത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമായിരുന്നു. ഐബിസ് നിശബ്ദമായി നീരിൽ നിൽക്കും, ശ്രദ്ധയോടെ നിരീക്ഷിക്കും, ശരിയായ സമയത്ത് പെട്ടെന്ന് ഇരയെ പിടിക്കും. ഈ സ്വഭാവം ജ്ഞാനത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമായി കരുതപ്പെട്ടു. തോത്തിന് മറ്റു പേരുകളും ഉണ്ടായിരുന്നു. തഹൂതി, ടെഹൂതി, ജഹൂതി, ടെറ്റു, സെഹൂതി, ടെച്ചു. ഓരോ പേരും വ്യത്യസ്ത കാലഘട്ടങ്ങളിലോ പ്രദേശങ്ങളിലോ ഉപയോഗിച്ചിരുന്നു. തോത്തിന്റെ പ്രധാന ആരാധനാ കേന്ദ്രം കെമെനു എന്ന നഗരമായിരുന്നു, പിന്നീട് ഗ്രീക്കുകാർ അതിനെ ഹെർമോപോളിസ് എന്ന് വിളിച്ചു. ഹെർമീസിന്റെ നഗരം എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രീക്കുകാർ തോത്തിനെ അവരുടെ ദേവനായ ഹെർമീസുമായി തുല്യമാക്കി. ഹെർമീസ് ട്രിസ്മെജിസ്റ്റസ് എന്ന പേര് ഈ സമന്വയത്തിൽ നിന്നാണ് ഉണ്ടായത്, 3 തവണ മഹാനായ ഹെർമീസ് എന്നർത്ഥം. കെമെനുവിൽ ഓബ്ഡോഡ് എന്ന 8 ദേവന്മാരെ ആരാധിച്ചിരുന്നു. ഈ 8 ദേവന്മാർ സൃഷ്ടിയുടെ പ്രതീകങ്ങളായിരുന്നു. നുൻ, ആദിമ ജലം; നൗനെറ്റ്, ആദിമ ആകാശം; ഹെഹ്, അനന്തത; ഹൗഹെറ്റ്, അനന്തത്തിന്റെ സ്ത്രീരൂപം; കെക്ക്, ഇരുട്ട്; കൗഗെറ്റ്, ഇരുട്ടിന്റെ സ്ത്രീരൂപം; അമുൻ, മറഞ്ഞിരിക്കൽ; അമൗനെറ്റ്, മറഞ്ഞിരിക്കലിന്റെ സ്ത്രീരൂപം. ഈ 8 ദേവന്മാർ ചേർന്ന് പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കപ്പെട്ടു. തോത്ത് ഈ സൃഷ്ടിയെ രേഖപ്പെടുത്തിയവനായിരുന്നു, അതിന്റെ നിയമങ്ങൾ എഴുതിയവനായിരുന്നു. തോത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എഴുത്തിന്റെ ദേവനെന്ന നിലയിലാണ്. ഈജിപ്ഷ്യൻ ജനത വിശ്വസിച്ചു തോത്താണ് ഹീറോഗ്ലിഫിക്സ് കണ്ടുപിടിച്ചത്, അക്ഷരങ്ങൾ സൃഷ്ടിച്ചത്, എഴുത്തിന്റെ കല മനുഷ്യർക്ക് പഠിപ്പിച്ചത് എന്ന്. ഹീറോഗ്ലിഫിക്സ്, ഈജിപ്ഷ്യൻ എഴുത്ത് സമ്പ്രദായം, വളരെ സങ്കീർണമായ ഒന്നായിരുന്നു. ചിത്രങ്ങളും ചിഹ്നങ്ങളും ശബ്ദങ്ങളും കലർത്തിയുണ്ടാക്കിയതാണ്. തോത്ത് ഈ വിശുദ്ധ എഴുത്തിന്റെ സ്രഷ്ടാവായി കണക്കാക്കപ്പെട്ടു. എഴുത്തുകാർ, സ്ക്രൈബ്സ്, തോത്തിനെ തങ്ങളുടെ രക്ഷാധികാരിയായി ആരാധിച്ചു. എഴുതാൻ തുടങ്ങുന്നതിനു മുമ്പ് അവർ തോത്തിന് ഒരു തുള്ളി മഷി ബലിയർപ്പിക്കും, അവന്റെ അനുഗ്രഹം ആവശ്യപ്പെടും. തോത്ത് മാജിക്കിന്റെ ദേവൻ കൂടിയായിരുന്നു. അദ്ദേഹം അനേകം മന്ത്രങ്ങൾ അറിഞ്ഞിരുന്നു, അവയുടെ ശക്തി മനസ്സിലാക്കിയിരുന്നു. തോത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ മാജിക് പ്രവർത്തനം, ഒസിറിസിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഐസിസിനെ സഹായിച്ചത്, ഹോറസിന്റെ കണ്ണ് പുനഃസ്ഥാപിച്ചത്. തോത്ത് മന്ത്രങ്ങളുടെ പുസ്തകങ്ങൾ എഴുതിയവനായി വിശ്വസിക്കപ്പെട്ടു, മരണാനന്തര ലോകത്തേക്കുള്ള വഴികാട്ടികൾ എഴുതിയവനായി. ബുക്ക് ഓഫ് ദി ഡെഡ്, മരിച്ചവരുടെ പുസ്തകം എന്ന് പറയപ്പെടുന്ന മഹത്തായ ഗ്രന്ഥം, തോത്തിന്റെ ജ്ഞാനം അടങ്ങിയതാണ്. തോത്ത് ചന്ദ്രന്റെ ദേവൻ കൂടിയായിരുന്നു. ചന്ദ്രൻ രാത്രിയുടെ വെളിച്ചം, സമയത്തിന്റെ അളവ്. തോത്ത് മാസങ്ങൾ രേഖപ്പെടുത്തി, വർഷങ്ങൾ എണ്ണി, കലണ്ടർ സൃഷ്ടിച്ചു. പുരാതന ഈജിപ്ഷ്യൻ കലണ്ടർ വളരെ കൃത്യമായതായിരുന്നു, ചന്ദ്രന്റെയും സൂര്യന്റെയും ചലനങ്ങളെ അടിസ്ഥാനമാക്കിയതായിരുന്നു. തോത്ത് ഈ കലണ്ടർ സൃഷ്ടിച്ചവനായി കണക്കാക്കപ്പെട്ടു, സമയത്തിന്റെ കർത്താവായി ആരാധിക്കപ്പെട്ടു. തോത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ മരണാനന്തര ലോകത്തിലാണ്. ഒരു വ്യക്തി മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് ദുവാറ്റിലേക്ക്, മരണാനന്തര ലോകത്തേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ ഒസിറിസിന്റെയും മറ്റ് ദേവന്മാരുടെയും മുൻപിൽ ഹൃദയം തൂക്കുന്ന ചടങ്ങ് നടക്കുന്നു. ഈ ചടങ്ങിൽ മരിച്ചവരുടെ ഹൃദയം ഒരു സ്കെയിലിൽ വെക്കപ്പെടുന്നു. മറുവശത്ത് മാഅത്തിന്റെ തൂവൽ, സത്യത്തിന്റെയും നീതിയുടെയും തൂവൽ. തോത്ത് ഈ സ്കെയിലിന്റെ അടുത്ത് നിൽക്കുന്നു, പാപ്പൈറസും എഴുത്തുകോലും കയ്യിൽ. ഹൃദയം തൂക്കുമ്പോൾ തോത്ത് നിരീക്ഷിക്കുന്നു. ഹൃദയം തൂവലിനേക്കാൾ ഭാരമില്ലാത്തതോ തുല്യമോ ആണെങ്കിൽ ആ വ്യക്തി നീതിമാനാണ്, സത്യവാനാണ്. അവർക്ക് മരണാനന്തര ലോകത്തേക്ക്, സന്തോഷത്തിന്റെ ഫീൽഡുകളിലേക്ക് പ്രവേശനം അനുവദിക്കപ്പെടും. പക്ഷേ ഹൃദയം തൂവലിനേക്കാൾ ഭാരമുള്ളതാണെങ്കിൽ ആ വ്യക്തി പാപിയാണ്, അസത്യവാദിയാണ്. അവരുടെ ഹൃദയം അമ്മെറ്റിന് നൽകപ്പെടും. അമ്മെറ്റ് ഒരു ഭയാനകമായ ജീവി, മുതലയുടെ തലയും സിംഹത്തിന്റെ മുൻഭാഗവും ഹിപ്പോപ്പൊട്ടാമസിന്റെ പിന്നോക്ക ഭാഗവും ഉള്ള ജീവി. അമ്മെറ്റ് ഹൃദയം വിഴുങ്ങും, ആ ആത്മാവ് നിത്യമായി നശിച്ചുപോകും. തോത്ത് ഈ വിധിയുടെ ഫലം എഴുതുന്നു. അവൻ നീതിയുടെ രേഖകൾ സൂക്ഷിക്കുന്നു, ഓരോ ആത്മാവിന്റെയും വിധി രേഖപ്പെടുത്തുന്നു. ഈ റോൾ തോത്തിനെ മരണാനന്തര ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒരാളാക്കി. ഈജിപ്ഷ്യൻ ജനത മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചിരുന്നു. അവർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ നല്ല ഹൃദയം പാലിക്കാൻ ശ്രമിച്ചിരുന്നു, മാഅത്ത് പിന്തുടരാൻ ശ്രമിച്ചിരുന്നു, തോത്തിന്റെ സ്കെയിലിൽ വിജയിക്കാൻ ആഗ്രഹിച്ചിരുന്നു.
ഇപ്പോൾ നമുക്ക് ഈ കഥയുടെ കേന്ദ്രബിന്ദുവിലേക്ക് മടങ്ങാം, ഫറവോയുടെ മാമ്മോദീസയിലേക്ക്. ഫിലായ ദ്വീപിൽ ഹരൻഡോട്ടസ് ക്ഷേത്രത്തിൽ ഒരു വിശേഷ രാത്രി. നിലാവ് തിളങ്ങുന്നു, നൈൽ നദി ശാന്തമായി ഒഴുകുന്നു. ക്ഷേത്രത്തിന്റെ തൂണുകൾ പുരാതന ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു, ദൈവങ്ങളുടെ കഥകൾ പറയുന്ന ശില്പങ്ങൾ. പുരോഹിതർ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നു. അവർ മന്ത്രങ്ങൾ ഉരുവിടുന്നു, പ്രാചീന ഭാഷയിലുള്ള മന്ത്രങ്ങൾ, ദേവന്മാരുടെ ഭാഷയിലുള്ള മന്ത്രങ്ങൾ. പവിത്രമായ തീ ജ്വലിപ്പിക്കപ്പെടുന്നു, ധൂപം കത്തിക്കപ്പെടുന്നു. സുഗന്ധം ക്ഷേത്രത്തിൽ നിറയുന്നു, ദേവന്മാരെ ക്ഷണിക്കുന്ന സുഗന്ധം. സംഗീതജ്ഞർ ഹാർപ്പുകളും കിങ്കിണികളും സിസ്ട്രങ്ങളും വായിക്കുന്നു. സിസ്ട്രം ഐസിസിന്റെ പ്രിയപ്പെട്ട ഉപകരണം, കുലുക്കുമ്പോൾ മധുരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ഉപകരണം. നർത്തകർ ചടങ്ങിന്റെ നൃത്തങ്ങൾ നൃത്തം ചെയ്യുന്നു, സൃഷ്ടിയുടെ കഥ പറയുന്ന നൃത്തങ്ങൾ, ദേവന്മാരുടെ വിജയങ്ങൾ ആഘോഷിക്കുന്ന നൃത്തങ്ങൾ. ഫറവോ, പുതിയ ചക്രവർത്തി, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അവൻ ലളിതമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഇതുവരെ കിരീടം ധരിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ഒരു മനുഷ്യനാണ്, ദൈവികനാകാനുള്ള കടമ്പയിൽ. പുരോഹിതർ അവനെ സ്വീകരിക്കുന്നു, പവിത്ര മതിലിന്റെ മുൻപിൽ നയിക്കുന്നു. നമ്മുടെ ശിലാഫലകമുള്ള മതിൽ. അവിടെ ഹോറസിന്റെയും തോത്തിന്റെയും പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ പുരോഹിതർ തന്നെ ഈ ദേവന്മാരെ പ്രതിനിധീകരിക്കുന്നു, പക്ഷേ ചടങ്ങിൽ അവർ ദേവന്മാരാകുന്നു, ദേവന്മാരുടെ ശക്തി അവരിലൂടെ പ്രവർത്തിക്കുന്നു. പവിത്രമായ ജലം സ്വർണ പാത്രങ്ങളിൽ കൊണ്ടുവരപ്പെടുന്നു. ഈ ജലം നൈലിൽ നിന്നുള്ളതാണ്, പക്ഷേ അത് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, മന്ത്രങ്ങളാൽ പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു. ഫറവോ മതിലിന്റെ മുൻപിൽ നിൽക്കുന്നു. പുരോഹിതർ ഹോറസിന്റെയും തോത്തിന്റെയും വേഷം ധരിച്ച് ഫറവോയുടെ ഇരുവശങ്ങളിലും നിൽക്കുന്നു. അവർ സ്വർണ പാത്രങ്ങൾ ഉയർത്തുന്നു, പവിത്രമായ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. ഹോറസ്, സൂര്യന്റെ ദേവൻ, ആകാശത്തിന്റെ കർത്താവ്, നിങ്ങളുടെ അനുഗ്രഹം ഈ രാജാവിന് നൽകണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. തോത്ത്, ജ്ഞാനത്തിന്റെ ദേവൻ, സത്യത്തിന്റെ കർത്താവ്, നിങ്ങളുടെ ജ്ഞാനം ഈ രാജാവിനെ നയിക്കട്ടെ എന്ന് മറ്റൊരു പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഇരു പുരോഹിതരും ഒരേ സമയം പവിത്രമായ ജലം ഫറവോയുടെ തലയ്ക്ക് മുകളിലേക്ക് ഒഴിക്കുന്നു. ജലം ഒഴുകുന്നു, ഫറവോയുടെ മുടിയിലൂടെ, മുഖത്തിലൂടെ, ശരീരത്തിലൂടെ. പക്ഷേ കാണുന്നവർക്ക് ഇത് വെറും ജലമല്ല, ഇത് അൻകും വാസുമാണ്, ജീവനും ആധിപത്യവും. ദേവന്മാരുടെ അനുഗ്രഹം ദൃശ്യമായ രൂപത്തിൽ ഫറവോയുടെ മേൽ വരുന്നു. ഈ നിമിഷത്തിൽ ഫറവോ രൂപാന്തരപ്പെടുന്നു. അവൻ ഇനി ഒരു സാധാരണ മനുഷ്യനല്ല, അവൻ ദൈവികനാകുന്നു, ഹോറസിന്റെ ഭൗമിക രൂപമാകുന്നു, ദേവന്മാരുടെ പ്രതിനിധിയാകുന്നു. ചടങ്ങ് തുടരുന്നു, പുരോഹിതർ കൂടുതൽ മന്ത്രങ്ങൾ ഉരുവിടുന്നു. ഫറവോക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകപ്പെടുന്നു, പവിത്രമായ വസ്ത്രങ്ങൾ, ഫറവോയുടെ വസ്ത്രങ്ങൾ. നെമെസ് ഹെഡ്ഡ്രസ്, വരകളുള്ള തലപ്പാവ്, ഫറവോയുടെ പ്രതീകം. യുറേസ്, മുൻനിര കോബ്ര, ഫറവോയുടെ നെറ്റിയിൽ, ശത്രുക്കളെ കത്തിച്ചുകളയുന്ന കോബ്ര. ക്രൂക്ക് ആൻഡ് ഫ്ലെയിൽ, ഫറവോയുടെ ആധിപത്യത്തിന്റെ ചിഹ്നങ്ങൾ. ഒരു ഇടയന്റെ വടിയും കൃഷിക്കാരന്റെ ഉപകരണവും, രാജാവ് ജനങ്ങളെ സംരക്ഷിക്കുന്നവനും പോറ്റുന്നവനും എന്ന പ്രതീകം. ഒടുവിൽ ഡബിൾ ക്രൗൺ, പഷെന്റ്, ഫറവോയുടെ തലയിൽ വെക്കപ്പെടുന്നു. ഈ കിരീടം 2 ഭാഗങ്ങളുള്ളതാണ്. താഴെ ചുവന്ന ക്രൗൺ, ദെഷെറ്റ്, താഴത്തെ ഈജിപ്തിന്റെ കിരീടം, നൈൽ ഡെൽറ്റയുടെ കിരീടം. മുകളിൽ വെള്ള ക്രൗൺ, ഹെഡ്ജെറ്റ്, മുകളിലെ ഈജിപ്തിന്റെ കിരീടം, നൈൽ താഴ്വരയുടെ കിരീടം. രണ്ടും ചേർന്ന് യുണൈറ്റഡ് ഈജിപ്തിന്റെ കിരീടം. ഫറവോ 2 രാജ്യങ്ങളുടെയും ഭരണാധികാരിയാണ് എന്ന പ്രഖ്യാപനം. ഈ നിമിഷത്തിൽ മാറ്റം പൂർണ്ണമാകുന്നു. ഫറവോ ഇപ്പോൾ പൂർണ്ണമായും ദൈവികനാണ്, ഈജിപ്തിന്റെ നിയമാനുസൃത ഭരണാധികാരി, ഹോറസിന്റെ ജീവനുള്ള പ്രതിനിധി. ജനങ്ങൾ ക്ഷേത്രത്തിന് പുറത്ത് കാത്തിരിക്കുന്നു, ആവേശത്തോടെ. ഫറവോ പുതിയ വസ്ത്രധാരിയായി, കിരീടം ധരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ജനങ്ങൾ ആർപ്പുവിളിക്കുന്നു, സന്തോഷത്താൽ നിലവിളിക്കുന്നു. ഫറവോയെ കാണുന്നത് ഒരു ദേവനെ കാണുന്നതുപോലെയാണ്. അവർ തറയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു, അവരുടെ പുതിയ രാജാവിനെ ആദരിക്കുന്നു. പുരോഹിതർ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു, ഹോറസ് ഈജിപ്തിലേക്ക് മടങ്ങിയെത്തി, ക്രമം പുനഃസ്ഥാപിക്കപ്പെട്ടു, മാഅത്ത് വിജയിച്ചു എന്ന്. ഈ ചടങ്ങ് വെറും ഒരു ആചാരമല്ല, ഇത് ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ അടിത്തറയാണ്. ഫറവോ ദൈവികനാണെങ്കിൽ അവന്റെ കൽപ്പനകൾ ദൈവകൽപ്പനകളാണ്, അവന്റെ നിയമങ്ങൾ നീതിയാണ്, അവന്റെ ഭരണം ക്രമമാണ്. ഈജിപ്ഷ്യൻ സമൂഹം ഫറവോയെ കേന്ദ്രീകരിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അവൻ മതത്തിന്റെ തലവനായിരുന്നു, ഭരണകൂടത്തിന്റെ തലവനായിരുന്നു, സൈന്യത്തിന്റെ തലവനായിരുന്നു. അവൻ എല്ലാം ആയിരുന്നു. ഈ ചടങ്ങ് ആ യാഥാർത്ഥ്യം സാധൂകരിക്കുന്നു, ജനങ്ങൾക്ക് കാണിച്ചുകൊടുക്കുന്നു, അവരുടെ രാജാവ് സാധാരണക്കാരനല്ല, അവൻ ദൈവികനാണ്, അവർ അനുസരിക്കേണ്ടവനാണ്. പക്ഷേ ഈ ദൈവികത എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഫറവോക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അവൻ മാഅത്ത് പാലിക്കണം, നീതി നടപ്പാക്കണം, ജനങ്ങളെ സംരക്ഷിക്കണം, ക്ഷേത്രങ്ങൾ പണിയണം, ദേവന്മാരെ ആരാധിക്കണം, ശത്രുക്കളെ പരാജയപ്പെടുത്തണം. ഫറവോയുടെ പരാജയം ഈജിപ്തിന്റെ പരാജയമാണ്. ഫറവോ ദുർബലനാണെങ്കിൽ ക്രമം തകരുന്നു, കുഴപ്പം വരുന്നു, സെറ്റിന്റെ ശക്തി ശക്തമാകുന്നു. അതുകൊണ്ടാണ് ഈ ചടങ്ങ് വളരെ പ്രധാനപ്പെട്ടത്.
ഇത് ഫറവോയെ ശക്തിപ്പെടുത്തുന്നു, അവന് ദൈവികമായ അധികാരം നൽകുന്നു, അവനെ ഹോറസായി മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് ഈ ശിലാഫലകത്തെ വീണ്ടും നോക്കാം, പുതിയ കണ്ണുകളോടെ. നമുക്കിപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നു. ഹോറസും തോത്തും കേവലം ദേവന്മാർ മാത്രമല്ല, അവർ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ തന്നെ പ്രതീകങ്ങളാണ്. ഹോറസ് ക്രമത്തിന്റെയും നീതിയുടെയും പ്രതീകം, തോത്ത് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും പ്രതീകം. ഇരുവരും ചേർന്ന് ഫറവോയെ ശുദ്ധീകരിക്കുന്നു, അവന് അൻപും വാസും നൽകുന്നു, ജീവനും ആധിപത്യവും നൽകുന്നു. ഫറവോ ഈ ശിലാഫലകത്തിൽ ഭാഗികമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അവന്റെ മുഖം പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമുക്ക് അറിയാം, അവൻ ക്ലോഡിയസോ നീറോയോ ആണ്. ഒരു റോമൻ ചക്രവർത്തി ഈജിപ്ഷ്യൻ ഫറവോയായി. ഇത് എത്ര അത്ഭുതകരമാണ്! രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരുമിച്ച് ചേരുന്നു. റോമൻ അധികാരം, ഈജിപ്ഷ്യൻ പാരമ്പര്യം ഒരു വ്യക്തിയിൽ സമന്വയിപ്പിക്കപ്പെടുന്നു. ക്ലോഡിയസ് റോമിൽ ചക്രവർത്തിയായിരുന്നു, പക്ഷേ ഈജിപ്തിൽ അവൻ ഹോറസ് ആയിരുന്നു. നീറോ റോമിൽ വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു, പക്ഷേ ഈജിപ്തിൽ അവൻ ദൈവികനായിരുന്നു. ഈ സമന്വയം ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. റോമൻ ചക്രവർത്തിമാർ ഈജിപ്തിനെ നിയന്ത്രിക്കണമെങ്കിൽ ഈജിപ്ഷ്യൻ ജനതയുടെ വിശ്വാസം നേടണം. ഈജിപ്ഷ്യൻ ജനത ആയിരക്കണക്കിന് വർഷങ്ങളായി ഫറവോകളെ ആരാധിച്ചവരാണ്. അവർക്ക് പെട്ടെന്ന് ഒരു വിദേശ ചക്രവർത്തിയെ സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ ആ വിദേശ ചക്രവർത്തി ഫറവോയുടെ വേഷം ധരിച്ചാൽ, ഈജിപ്ഷ്യൻ ചടങ്ങുകൾ പിന്തുടർന്നാൽ, ഈജിപ്ഷ്യൻ ദേവന്മാരെ ആരാധിച്ചാൽ, അപ്പോൾ അവർ അവനെ സ്വീകരിക്കും. ഇതാണ് റോമൻ ചക്രവർത്തിമാർ ചെയ്തത്. അവർ ഈജിപ്തിനെ കീഴടക്കി, പക്ഷേ ഈജിപ്തിനെ ബഹുമാനിച്ചു. അവർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു, ശില്പങ്ങൾ കൊത്തിയെടുത്തു, ചടങ്ങുകൾ നടത്തി. ഫിലായ ക്ഷേത്രം ഈ സമന്വയത്തിന്റെ ഒരു മികച്ച ഉദാഹരണമാണ്. ഈ ക്ഷേത്രം ടോളമി രാജവംശത്തിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ടോളമികൾ അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ ജനറലുകളിൽ ഒരാളായിരുന്ന ടോളമി ഒന്നാമന്റെ പിൻഗാമികളായിരുന്നു. ടോളമികൾ ഗ്രീക്കുകാരായിരുന്നു, പക്ഷേ ഫറവോകളായി ഭരിച്ചു. അവർ ഈജിപ്ഷ്യൻ പാരമ്പര്യം തുടർന്നു, ഈജിപ്ഷ്യൻ ശൈലിയിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. റോമൻ കാലഘട്ടത്തിൽ ഈ പാരമ്പര്യം തുടർന്നു. റോമൻ ചക്രവർത്തിമാർ ഫിലായിൽ കൂടുതൽ നിർമ്മാണങ്ങൾ നടത്തി, ക്ഷേത്രം വികസിപ്പിച്ചു. ഫിലായ ക്ഷേത്രത്തിന്റെ കഥ വളരെ രസകരമാണ്. ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളോളം ആരാധനാ കേന്ദ്രമായിരുന്നു. ക്രിസ്തുമതം വന്നപ്പോൾ പോലും ഫിലായ ക്ഷേത്രം ഐസിസിന്റെ ആരാധന തുടർന്നു. 6-ാം നൂറ്റാണ്ട് വരെ ഈ ക്ഷേത്രം സജീവമായിരുന്നു, പുരാതന ഈജിപ്ഷ്യൻ മതത്തിന്റെ അവസാന കോട്ടകളിൽ ഒന്നായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ ചക്രവർത്തി ജസ്റ്റീനിയൻ ഒന്നാമൻ ക്ഷേത്രം അടച്ചു, പുരാതന മതം നിരോധിച്ചു. ഫിലായ് ഒരു ക്രിസ്ത്യൻ പള്ളിയായി മാറ്റപ്പെട്ടു. നൂറ്റാണ്ടുകൾ കടന്നുപോയി, ഫിലായ് മറന്നുപോയി. ക്ഷേത്രം മണലിനടയിൽ കുഴിഞ്ഞു, നിഴൽ മറഞ്ഞു. 15-ാം നൂറ്റാണ്ടിൽ പുരാവസ്തു ഗവേഷകർ ഫിലായ് വീണ്ടും കണ്ടെത്തി. അവർ ക്ഷേത്രം കുഴിച്ചെടുത്തു, ശില്പങ്ങൾ പഠിച്ചു, പുരാതന ഈജിപ്തിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ഫിലായ് ലോകത്തിന് അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ വെല്ലുവിളി വന്നു. അസ്വാൻ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ നൈൽ നദി ഉയർന്നു, ഫിലായ് ദ്വീപ് വെള്ളത്തിനടിയിലായി. ക്ഷേത്രങ്ങൾ നശിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. യുനെസ്കോ ഒരു അന്താരാഷ്ട്ര പദ്ധതി ആരംഭിച്ചു, ഫിലായ് രക്ഷിക്കാൻ. അവർ ക്ഷേത്രങ്ങൾ കല്ല് കല്ലായി പൊളിച്ചു, അടുത്തുള്ള അഗിൽക്കിയ ദ്വീപിലേക്ക് മാറ്റി, അവിടെ വീണ്ടും നിർമ്മിച്ചു. ഈ പ്രവൃത്തി മനുഷ്യ സംരക്ഷണത്തിന്റെ ഒരു അത്ഭുതമായിരുന്നു. ഇന്ന് നാം ഫിലായ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അഗിൽക്കിയയിലാണ്, പക്ഷേ അത് ഫിലായയുടെ ആത്മാവിനെ നിലനിർത്തുന്നു. നമ്മുടെ ശിലാഫലകം ഈ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറ്റപ്പെട്ടു. ഇന്നും അത് നിലനിൽക്കുന്നു, സന്ദർശകർക്ക് കാണാൻ കഴിയുന്നു. ആ ശിലാഫലകം കാണുമ്പോൾ നമുക്ക് പുരാതന ഈജിപ്തിനെ അനുഭവിക്കാൻ കഴിയുന്നു. ഹോറസിന്റെയും തോത്തിന്റെയും ദൈവിക സാന്നിധ്യം, ഫറവോയുടെ ശുദ്ധീകരണം, ദേവന്മാരുടെ അനുഗ്രഹം എല്ലാം ആ കല്ലിലുണ്ട്. പുരാതന ഈജിപ്തിന്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ കുറച്ച് സംസാരിക്കാം. ഈജിപ്ഷ്യൻ ജനത കർഷകരും കരകൗശല വിദഗ്ധരും വ്യാപാരികളും പുരോഹിതന്മാരുമായിരുന്നു. അവരുടെ ജീവിതം നൈലിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. നൈൽ കരകവിയുമ്പോൾ അവർ സന്തോഷിച്ചു, കാരണം അത് നല്ല വിളവെടുപ്പിന്റെ വാഗ്ദാനമായിരുന്നു. നൈൽ കരകവിയാതിരുന്നാൽ അവർ ഭയപ്പെട്ടു, കാരണം അത് ക്ഷാമത്തിന്റെ സൂചനയായിരുന്നു. ഫറവോ നൈലിന്റെ കരകവിയൽ നിയന്ത്രിക്കുന്നവനായി കരുതപ്പെട്ടു, ദേവന്മാരുമായുള്ള അവന്റെ ബന്ധം മൂലം. ഈജിപ്ഷ്യൻ ജനത മതത്തെ അവരുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തിലും കണ്ടു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ റായെ, സൂര്യദേവനെ ആരാധിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ അവർ വിളവെടുപ്പിന്റെ ദേവതകൾക്ക് നന്ദി പറഞ്ഞു. യാത്ര ചെയ്യുമ്പോൾ അവർ സംരക്ഷണത്തിനായി പ്രാർത്ഥിച്ചു. രാത്രിയിൽ അവർ നട്ട്, രാത്രി ആകാശത്തിന്റെ ദേവതയെ ആരാധിച്ചു. ദേവന്മാർ എല്ലായിടത്തുമുണ്ടായിരുന്നു, എല്ലാം കാണുന്നവരായിരുന്നു, എല്ലാം നിയന്ത്രിക്കുന്നവരായിരുന്നു. മരണം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഈജിപ്ഷ്യൻ ജനത വിശ്വസിച്ചു, മരണം അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്. മരിച്ചവർ ദുവാറ്റിലേക്ക് യാത്ര ചെയ്യുന്നു, അവിടെ ഒസിറിസിന്റെ മുൻപിൽ വിധിക്കപ്പെടുന്നു. നീതിമാന്മാർ സന്തോഷത്തിന്റെ ഫീൽഡുകളിലേക്ക് ഇയാരു പ്രവേശിക്കുന്നു. അവിടെ അവർ നിത്യമായി സന്തോഷത്തോടെ ജീവിക്കുന്നു, കൃഷി ചെയ്യുന്നു, ആഹ്ലാദിക്കുന്നു.
പാപികൾ അമ്മറ്റിന് നൽകപ്പെടുന്നു, നിത്യമായി നശിക്കുന്നു. ഈ വിശ്വാസം മമ്മിഫിക്കേഷന്റെ ആചാരത്തിന് കാരണമായി. ഈജിപ്ഷ്യൻ ജനത വിശ്വസിച്ചു, മരണാനന്തര ലോകത്ത് ജീവിക്കാൻ ശരീരം സംരക്ഷിക്കണം. അതുകൊണ്ട് അവർ മരിച്ചവരെ മമ്മിയാക്കി ശരീരത്തെ സംരക്ഷിച്ചു ശവകുടീരങ്ങളിൽ വെച്ചു. ശവകുടീരങ്ങൾ വെറും ശവസംസ്കാര സ്ഥലങ്ങളല്ല, അവ മരിച്ചവരുടെ വീടുകളായിരുന്നു, നിത്യതയിലേക്കുള്ള വീടുകൾ. അവർ ശവകുടീരങ്ങളിൽ ഭക്ഷണവും പാനീയവും ആഭരണങ്ങളും ആയുധങ്ങളും എല്ലാം വെച്ചു, മരണാനന്തര യാത്രക്കാവശ്യമായ എല്ലാം. ശവകുടീരങ്ങളുടെ ഭിത്തികളിൽ അവർ മന്ത്രങ്ങൾ എഴുതി. ഈ മന്ത്രങ്ങൾ മരിച്ചവരെ സഹായിക്കാനായിരുന്നു, മരണാനന്തര ലോകത്തെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു. ബുക്ക് ഓഫ് ദി ഡെഡ്, അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ബുക്ക് ഓഫ് കമ്മിങ് ഫോർത്ത് ബൈ ഡേ എന്ന ഗ്രന്ഥം ഇത്തരം മന്ത്രങ്ങളുടെ ഒരു സമാഹാരമായിരുന്നു. ഓരോ മന്ത്രവും ഒരു പ്രത്യേക ആവശ്യത്തിനായിരുന്നു. ചിലത് സർപ്പങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു, മറ്റു ചിലത് ദുഷ്ട ആത്മാക്കളെ തുരത്തുന്നു, വേറെ ചിലത് മരിച്ചവർക്ക് ശക്തി നൽകുന്നു. തോത്ത് ഈ മന്ത്രങ്ങളുടെ രചയിതാവായി കരുതപ്പെട്ടു. അദ്ദേഹം തന്റെ അനന്തമായ ജ്ഞാനം ഉപയോഗിച്ച് മരണാനന്തര ലോകത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞു, അവ പാപ്പൈറസിൽ എഴുതി. ഈ മന്ത്രങ്ങൾ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്നതായിരുന്നു. പണക്കാർ ഭംഗിയായി എഴുതിയതും ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമായ പാപ്പൈറസ് ചുരുളുകൾ വാങ്ങി. ദരിദ്രർ ലളിതമായ പതിപ്പുകൾ വാങ്ങി, അല്ലെങ്കിൽ അവരുടെ ശവകുടീര ഭിത്തികളിൽ നേരിട്ട് മന്ത്രങ്ങൾ എഴുതി. ഈ മന്ത്രങ്ങളിൽ ഹൃദയം തൂക്കുന്ന ചടങ്ങിനെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. മരിച്ചവർ ഒസിറിസിന്റെയും മറ്റ് 24 ദേവന്മാരുടെയും മുൻപിൽ നിൽക്കുന്നു. അനുബിസ് ഹൃദയത്തെ സ്കെയിലിൽ വെക്കുന്നു. തോത്ത് ഫലം രേഖപ്പെടുത്തുന്നു. മരിച്ചവർ നെഗറ്റീവ് കൺഫെഷൻ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രസ്താവന നടത്തുന്നു. ഇതിൽ അവർ തങ്ങൾ ചെയ്യാത്ത പാപങ്ങൾ പട്ടികപ്പെടുത്തുന്നു. ഞാൻ കൊല്ലപ്പെടുത്തിയിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ അസൂയപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ 42 പ്രസ്താവനകൾ. ഈ ചടങ്ങ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ധാർമ്മികമായ അടിത്തറയെ കാണിക്കുന്നു. മാഅത്ത് സത്യവും നീതിയും സന്തുലിതാവസ്ഥയും ജീവിതത്തിന്റെ മാർഗദർശിയായിരുന്നു. ഈജിപ്ഷ്യൻ ജനത മാഅത്ത് പിന്തുടരാൻ ശ്രമിച്ചു, നീതിയോടെ ജീവിക്കാൻ ശ്രമിച്ചു, സത്യം പറയാൻ ശ്രമിച്ചു. അവർ വിശ്വസിച്ചു, മാഅത്ത് പിന്തുടർന്നാൽ മാത്രമേ മരണാനന്തര ലോകത്ത് സന്തോഷം ലഭിക്കൂ. തോത്തിന്റെ പങ്ക് ഈ മുഴുവൻ പ്രക്രിയയിലും നിർണായകമായിരുന്നു. അദ്ദേഹം നിഷ്പക്ഷനായ സാക്ഷിയായിരുന്നു, നീതിയുടെ രേഖാപാലകനായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്ത് ചോദ്യം ചെയ്യാൻ കഴിയാത്തതായിരുന്നു, അവന്റെ വിധി അന്തിമമായിരുന്നു. ഈജിപ്ഷ്യൻ ജനത തോത്തിനെ അങ്ങേയറ്റം ബഹുമാനിച്ചു, കാരണം അവൻ അവരുടെ നിത്യമായ വിധിയെ നിർണയിക്കുന്നവനായിരുന്നു. ഇപ്പോൾ നമുക്ക് റായുടെ കഥയെക്കുറിച്ച് അല്പം സംസാരിക്കാം. റാ സൂര്യദേവൻ, ഈജിപ്ഷ്യൻ പന്തയോണിലെ ഏറ്റവും ശക്തമായ ദേവന്മാരിൽ ഒരാൾ. അദ്ദേഹം സൃഷ്ടിയുടെ ദേവനായിരുന്നു, പകലിന്റെ ദേവനായിരുന്നു, ജീവന്റെ ദേവനായിരുന്നു. റായുടെ യാത്ര ദിനംപ്രതി ആവർത്തിക്കുന്ന ഒരു മഹാകാവ്യമായിരുന്നു. രാവിലെ റാ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിക്കുന്നു, തന്റെ സൗര ബോട്ടായ മൺജെറ്റിൽ. അവൻ ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നു, ലോകത്തിന് വെളിച്ചവും ചൂടും നൽകുന്നു. സന്ധ്യയ്ക്ക് റാ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്നു, മെസെക്ടെറ്റ് എന്ന രാത്രി ബോട്ടിൽ കയറുന്നു. രാത്രി അവൻ ദുവാറ്റിലൂടെ മരണാനന്തര ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നു. ഈ യാത്ര അപകടകരമാണ്. അപ്പോഫിസ് അരാജകത്വത്തിന്റെ ഒരു വലിയ സർപ്പം റായെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അവനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ സെറ്റ് കുഴപ്പത്തിന്റെ ദേവൻ റായുടെ ബോട്ടിൽ നിൽക്കുന്നു, അപ്പോഫിസിനെതിരെ യുദ്ധം ചെയ്യുന്നു, അവനെ പരാജയപ്പെടുത്തുന്നു. രാവിലെ റാ വീണ്ടും ഉദിക്കുന്നു, ജീവിതം തുടരുന്നു. ഈ ദൈനംദിന ചക്രം ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ജീവിതത്തിന്റെയും മരണത്തിന്റെയും പുനർജന്മത്തിന്റെയും പ്രതീകമായിരുന്നു. സൂര്യൻ എല്ലാ ദിവസവും മരിക്കുന്നു, എല്ലാ ദിവസവും പുനർജനിക്കുന്നു. ഈ ചക്രം നിത്യമായതാണ്, മാറ്റമില്ലാത്തതാണ്. ഈജിപ്ഷ്യൻ ജനത ഈ ചക്രത്തിൽ ആശ്വാസം കണ്ടെത്തി. അവർ വിശ്വസിച്ചു, സൂര്യൻ പോലെ അവരും മരിക്കും, പക്ഷേ പുനർജനിക്കും, നിത്യതയിൽ ജീവിക്കും. തോത്തിന് റായുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. തോത്ത് ചന്ദ്രന്റെ ദേവനായതിനാൽ രാത്രിയിൽ റായ്ക്ക് പകരക്കാരനായി പ്രവർത്തിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്നു, ലോകത്തിന് വെളിച്ചം നൽകുന്നു. തോത്ത് റായുടെ ഉപദേശകനായിരുന്നു, അവന്റെ സ്ക്രൈബായിരുന്നു. ഒരു പ്രസിദ്ധമായ കഥയിൽ ഐസിസ് റായുടെ രഹസ്യനാമം അറിയാൻ ആഗ്രഹിച്ചു. ഈ നാമം അറിഞ്ഞാൽ അവൾക്ക് വലിയ മാജിക ശക്തി ലഭിക്കും. തോത്തിന്റെ സഹായത്തോടെ ഐസിസ് ഒരു വിഷമുള്ള സർപ്പം സൃഷ്ടിച്ചു, റായെ കടിപ്പിച്ചു. റാ വലിയ വേദനയിലായി ഐസിസിനോട് സഹായം അഭ്യർത്ഥിച്ചു. ഐസിസ് റായുടെ രഹസ്യനാമം പറഞ്ഞാൽ മാത്രമേ സഹായിക്കൂ എന്ന് പറഞ്ഞു. നിസ്സഹായനായ റാ തന്റെ രഹസ്യനാമം വെളിപ്പെടുത്തി. ഐസിസ് അവനെ സുഖപ്പെടുത്തി, മാജിക്കിന്റെ മഹത്തായ ശക്തി നേടി. ഈ കഥകളെല്ലാം ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സമ്പന്നതയെ കാണിക്കുന്നു. അവരുടെ മിത്തോളജി കേവലം കഥകളല്ല, അവ ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ്, നൈതികതയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. ഓരോ കഥയും ഒരു അർത്ഥം വഹിക്കുന്നു, ഓരോ ദേവനും ഒരു ഉദ്ദേശ്യം സേവിക്കുന്നു.
നമ്മുടെ ശിലാഫലകത്തിലേക്ക് വീണ്ടും മടങ്ങിവരാം. ഈ കല്ല് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും ഇപ്പോഴും നമ്മോട് സംസാരിക്കുന്നു. അത് പറയുന്നു ഫറവോകളുടെ ശക്തിയെക്കുറിച്ച്, ദേവന്മാരുടെ മഹത്വത്തെക്കുറിച്ച്, പുരാതന ഈജിപ്തിന്റെ വിശ്വാസങ്ങളെക്കുറിച്ച്. ഈ ശിലാഫലകം കേവലം ഒരു കലാസൃഷ്ടിയല്ല. ഇത് ഒരു ചരിത്ര രേഖയാണ്, ഒരു മതപരമായ പ്രസ്താവനയാണ്, ഒരു സാംസ്കാരിക നിധിയാണ്. ഈ ശിലാഫലകം നിർമ്മിച്ച കരകൗശല വിദഗ്ധരെക്കുറിച്ച് ചിന്തിക്കുക. അവർ വർഷങ്ങളോളം പരിശീലനം നേടിയവരായിരുന്നു, അവരുടെ കഴിവിൽ മാസ്റ്റേഴ്സ് ആയിരുന്നു. അവർ ശിലാശാസ്ത്രം മനസ്സിലാക്കി, ഏത് കല്ല് ഏറ്റവും നല്ലതാണെന്ന് അറിഞ്ഞു. അവർ ശില്പകലയിൽ വിദഗ്ധരായിരുന്നു, പ്രതിമകളുടെ അനുപാതം മനസ്സിലാക്കി, ദേവന്മാരുടെ സവിശേഷതകൾ കൃത്യമായി കൊത്തിയെടുത്തു. അവർ ഹീറോഗ്ലിഫിക്സ് വായിക്കാൻ അറിഞ്ഞു, മന്ത്രങ്ങൾ കൃത്യമായി എഴുതി, ഒരു തെറ്റും ഇല്ലാതെ. ഈ കരകൗശല വിദഗ്ധർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെട്ടവരായിരുന്നു. അവരെ വെറും തൊഴിലാളികളായി കണ്ടില്ല, അവരെ കലാകാരന്മാരായി കണ്ടു, പവിത്രമായ കൃതികളുടെ സ്രഷ്ടാക്കളായി കണ്ടു. അവരുടെ പ്രവൃത്തി ദേവന്മാർക്കുള്ള സേവനമായി കണക്കാക്കപ്പെട്ടു. ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് ഒരു വലിയ ബഹുമതിയായിരുന്നു, ഒരു മതപരമായ കർത്തവ്യമായിരുന്നു. ഫിലായ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പതിറ്റാണ്ടുകളെടുത്തു. ആയിരക്കണക്കിന് തൊഴിലാളികൾ, നൂറുകണക്കിന് കരകൗശല വിദഗ്ധർ, പുരോഹിതന്മാർ, വാസ്തുശില്പികൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു ഒരു മഹത്തായ ക്ഷേത്രം സൃഷ്ടിക്കാൻ. അവരുടെ പ്രതിഫലം ഈ ലോകത്ത് മാത്രമല്ല. അവർ വിശ്വസിച്ചു, ദേവന്മാരുടെ വീട് നിർമ്മിച്ചതിന് മരണാനന്തര ലോകത്ത് അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന്. അവരുടെ പേരുകൾ നിത്യതയിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന്, അവരുടെ പ്രവൃത്തികൾ ഓർമ്മിക്കപ്പെടുമെന്ന്. ഇന്ന് നാം അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ, അവരുടെ നൈപുണ്യത്തെ അഭിനന്ദിക്കുമ്പോൾ, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അവർ നിത്യതയിൽ ജീവിക്കുന്നു, അവരുടെ കല നിത്യമാണ്, അവരുടെ പേരുകൾ മറക്കപ്പെട്ടെങ്കിലും അവരുടെ പൈതൃകം നിലനിൽക്കുന്നു. പുരാതന ഈജിപ്തിന്റെ അന്ത്യം എങ്ങനെ വന്നു എന്ന് നമുക്ക് ഇപ്പോൾ സംസാരിക്കാം. ഈജിപ്തിന്റെ സ്വതന്ത്രത BC 30-ൽ അവസാനിച്ചു, റോമൻ ആക്രമണത്തോടെ. ടോളമി രാജവംശത്തിന്റെ അവസാന രാജ്ഞി, പ്രസിദ്ധയായ ക്ലിയോപാട്ര ഏഴാമൻ, ആത്മഹത്യ ചെയ്തു, റോം ഈജിപ്തിനെ കീഴടക്കി. പക്ഷേ ഈജിപ്ഷ്യൻ സംസ്കാരം അവസാനിച്ചില്ല. അത് റോമൻ കാലഘട്ടത്തിലും തുടർന്നു, ക്രിസ്ത്യൻ കാലഘട്ടത്തിലും നിലനിന്നു. ക്രിസ്തുമതം ഈജിപ്തിൽ വ്യാപിച്ചപ്പോൾ പുരാതന മതം സാവകാശം കുറഞ്ഞു. ക്ഷേത്രങ്ങൾ അടച്ചു, പുരോഹിതന്മാർ പരിവർത്തനം ചെയ്യപ്പെട്ടു, പഴയ ദേവന്മാർ മറക്കപ്പെട്ടു. AD 391-ൽ റോമൻ ചക്രവർത്തി തിയോഡോഷ്യസ് ഒന്നാമൻ എല്ലാ പുരാതന ക്ഷേത്രങ്ങളും അടയ്ക്കാൻ ഉത്തരവിട്ടു. AD 392-ൽ പുരാതന മതങ്ങൾ നിയമവിരുദ്ധമാക്കി. 6-ാം നൂറ്റാണ്ടിൽ ഫിലായിലെ അവസാന ക്ഷേത്രം അടച്ചു. ഈജിപ്ഷ്യൻ പുരാതന മതത്തിന്റെ അവസാനം ഇതോടെ കുറിച്ചു. പക്ഷേ സംസ്കാരം പൂർണ്ണമായും മറഞ്ഞില്ല. ഹീറോഗ്ലിഫിക്സ് എഴുത്ത് മറന്നുപോയെങ്കിലും കോപ്റ്റിക് ഭാഷയിൽ പഴയ ഈജിപ്ഷ്യൻ ഭാഷയുടെ ഒരു പതിപ്പ് നിലനിന്നു. കോപ്റ്റിക് ക്രിസ്ത്യാനികൾ പുരാതന ഈജിപ്തിന്റെ നേരിട്ടുള്ള പിൻഗാമികളാണ്, അവരുടെ ഭാഷയും സംസ്കാരവും ഇന്നും നിലനിൽക്കുന്നു. നൂറ്റാണ്ടുകൾ കടന്നുപോയി, ഈജിപ്ത് ഇസ്ലാമിക ലോകത്തിന്റെ ഭാഗമായി. പുരാതന സ്മാരകങ്ങൾ മണലിനടയിൽ കൊഴിഞ്ഞു, പിരമിഡുകൾ മാത്രം വെളിച്ചത്തു നിന്നു. 17-ാം നൂറ്റാണ്ടിൽ നെപ്പോളിയൻ ബോണപാർട്ട് ഈജിപ്തിനെ ആക്രമിച്ചപ്പോൾ ഒരു പുതിയ യുഗം ആരംഭിച്ചു. നെപ്പോളിയൻ തന്റെ സൈന്യത്തോടൊപ്പം പണ്ഡിതന്മാരെയും കൊണ്ടുവന്നു. അവർ ഈജിപ്തിനെ പഠിച്ചു, സ്മാരകങ്ങൾ രേഖപ്പെട്ടു, പുരാവസ്തുക്കൾ ശേഖരിച്ചു. റോസെറ്റ സ്റ്റോൺ ഈ സമയത്ത് കണ്ടെത്തപ്പെട്ടത് ഹീറോഗ്ലിഫിക്സ് വായിക്കാനുള്ള താക്കോൽ. ജീൻ ഫ്രാങ്സോവ ഷാംബോളിയോൺ, ഒരു ഫ്രഞ്ച് പണ്ഡിതൻ, റോസെറ്റ സ്റ്റോണിന്റെ സന്ദേശം വായിച്ചു, ഹീറോഗ്ലിഫിക്സിന്റെ രഹസ്യം തുറന്നു. 1822-ൽ അദ്ദേഹം തന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ചു, ലോകം ഞെട്ടിപ്പോയി. ആയിരക്കണക്കിന് വർഷങ്ങളായി നിശബ്ദമായിരുന്ന പുരാതന ഈജിപ്ത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ശവകുടീരങ്ങളിലെ മന്ത്രങ്ങൾ, ക്ഷേത്രങ്ങളിലെ ശില്പങ്ങൾ, പാപ്പൈറസ് ചുരുളുകളിലെ കഥകൾ എല്ലാം വായിക്കപ്പെട്ടു, മനസ്സിലാക്കപ്പെട്ടു, ലോകത്തിന് പങ്കുവെക്കപ്പെട്ടു. ഷാംബോളിയോണിന്റെ കണ്ടെത്തൽ ഈജിപ്തോളജി എന്ന പുതിയ ശാസ്ത്രശാഖയുടെ ജനനം കുറിച്ചു. പണ്ഡിതന്മാർ ലോകമെമ്പാടുനിന്നും ഈജിപ്തിലേക്ക് വന്നു, കുഴിച്ചെടുത്തു, പഠിച്ചു, പുരാതന നാഗരികതയെ പുനർനിർമ്മിച്ചു. അവർ ശവകുടീരങ്ങൾ കണ്ടെത്തി, ടുട്ടൻഖാമുന്റെ ശവകുടീരം പോലുള്ളവ, അതുല്യമായ നിധികൾ നിറഞ്ഞവ. അവർ പിരമിഡുകളുടെ നിർമ്മാണ രീതി മനസ്സിലാക്കി, ഫറവോകളുടെ ജീവിതം പഠിച്ചു, സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം അന്വേഷിച്ചു. ഇന്ന് നാം പുരാതന ഈജിപ്തിനെക്കുറിച്ച് വളരെയധികം അറിയുന്നു, എന്നാൽ ഇനിയും പഠിക്കാനുള്ളത് ധാരാളമുണ്ട്. ഈജിപ്തിന്റെ മണലിനടിയിൽ ഇനിയും ആയിരക്കണക്കിന് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഓരോ പുതിയ കണ്ടെത്തലും നമ്മുടെ ധാരണയെ മാറ്റുന്നു, പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു, പുതിയ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്നു. നമ്മുടെ ശിലാഫലകം ഈ വലിയ കഥയുടെ ഒരു ചെറിയ ഭാഗമാണ്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് നമുക്ക് കാണിച്ചു തരുന്നു ഫറവോകൾ എങ്ങനെ ദൈവികരായി, ദേവന്മാർ എങ്ങനെ മനുഷ്യരെ അനുഗ്രഹിച്ചു, പുരാതന ഈജിപ്ത് എങ്ങനെ പ്രവർത്തിച്ചു. ഈ ശില്പം വെറും കലയല്ല, ഇത് ഒരു ദൈവശാസ്ത്ര പ്രസ്താവനയാണ്, ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്, ഒരു സാംസ്കാരിക സ്മാരകമാണ്.
ഇനി നമുക്ക് ഈ ശിലാഫലകത്തിന്റെ കലാപരമായ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈജിപ്ഷ്യൻ കല വളരെ സവിശേഷമാണ്. അതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അതിൻ്റെതായ ശൈലിയുണ്ട്, അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. പാശ്ചാത്യ കല പോലെ യാഥാർത്ഥ്യത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഈജിപ്ഷ്യൻ കല സത്യം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു, നിത്യക്കായി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഈജിപ്ഷ്യൻ കലയിൽ വലിപ്പം പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ഫറവോകൾ എല്ലായ്പ്പോഴും സാധാരണക്കാരേക്കാൾ വലുതായി ചിത്രീകരിക്കപ്പെടുന്നു. ദേവന്മാർ ഫറവോകളേക്കാൾ വലുതോ തുല്യമോ ആയി ചിത്രീകരിക്കപ്പെടുന്നു. നമ്മുടെ ശിലാഫലകത്തിൽ ഹോറസും തോത്തും ഫറവോയേക്കാൾ അല്പം വലുതാണ്, അവർ ദൈവികരാണെന്ന് സൂചിപ്പിക്കുന്നു. ഈജിപ്ഷ്യൻ കലയിൽ മുഖം എല്ലായ്പ്പോഴും പ്രൊഫൈലിലാണ്, വശത്തുനിന്നാണ്. കണ്ണ് മുൻവശത്തുനിന്നാണ്, നേരിട്ടാണ്. ശരീരം പകുതി മുൻവശത്തുനിന്ന്, പകുതി വശത്തുനിന്ന്. കാലുകൾ വശത്തുനിന്ന്, നടക്കുന്നതുപോലെ. ഈ കോമ്പിനേഷൻ സ്വാഭാവികമായി തോന്നില്ല, പക്ഷേ ഈജിപ്ഷ്യൻ കലാകാരന്മാർക്ക് ഇത് ഏറ്റവും പൂർണ്ണമായ പ്രതിനിധാനമായിരുന്നു. ഓരോ ശരീരഭാഗവും അതിന്റെ ഏറ്റവും വ്യക്തമായ കോണിൽ നിന്ന് കാണിക്കപ്പെടുന്നു. നമ്മുടെ ശിലാഫലകത്തിൽ ഈ നിയമങ്ങൾ പിന്തുടരുന്നുണ്ട്. ഹോറസും തോത്തും വശത്തുനിന്ന് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ശരീരങ്ങൾ ക്ലാസിക്കൽ ഈജിപ്ഷ്യൻ ശൈലിയിലാണ്. അവരുടെ കൈകൾ ജലം ഒഴിക്കുന്ന രീതി വളരെ ഔപചാരികവും ശാന്തവുമാണ്. അവരുടെ മുഖഭാവങ്ങൾ നിഷ്പക്ഷമാണ്, വികാരങ്ങളില്ലാത്തവയാണ്. ഈജിപ്ഷ്യൻ കലയിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നില്ല, കാരണം അത് നിത്യക്കുള്ളതാണ്, നിമിഷത്തിനുള്ളതല്ല. ഈ ശില്പത്തിന്റെ സമമിതി ശ്രദ്ധേയമാണ്. രണ്ട് ദേവന്മാർ രണ്ട് വശങ്ങളിൽ തികച്ചും സന്തുലിതമായി. ഫറവോ മധ്യത്തിൽ കേന്ദ്രബിന്ദുവായി. ജലപ്രവാഹങ്ങൾ രണ്ട് വശത്തുനിന്നും തുല്യമായി. ഈ സമമിതി മാനത്തിന്റെ പ്രതീകമാണ്, സന്തുലിതാവസ്ഥയുടെ പ്രതീകമാണ്, ക്രമത്തിന്റെ പ്രതീകമാണ്. ശില്പത്തിന്റെ ആഴം അസാധാരണമാണ്. കരകൗശല വിദഗ്ധർ കല്ലിൽ ആഴത്തിൽ കൊത്തിയെടുത്തിരിക്കുന്നു, പ്രതിമകൾക്ക് മൂന്നുമാനത വരുത്തിയിരിക്കുന്നു. വെളിച്ചം വീഴുമ്പോൾ നിഴലുകൾ സൃഷ്ടിക്കപ്പെടുന്നു, ശില്പം ജീവിക്കുന്നു. ഈ സാങ്കേതികത റിലീഫ് സ്കൾപ്ചർ എന്ന് അറിയപ്പെടുന്നു, ഈജിപ്ഷ്യൻ കലയുടെ ഒരു സവിശേഷതയാണ്. യഥാർത്ഥത്തിൽ ഈ ശിലാഫലകം നിറങ്ങളാൽ അലങ്കരിച്ചിരുന്നു. ഈജിപ്ഷ്യൻ കലാകാരന്മാർ അവരുടെ ശില്പങ്ങൾക്ക് ഉജ്ജ്വലമായ നിറങ്ങൾ നൽകിയിരുന്നു. നീല, പച്ച, ചുവപ്പ്, മഞ്ഞ, വെള്ള, കറുപ്പ് എല്ലാം പ്രകൃതിദത്ത ധാതുക്കളിൽ നിന്ന് ഉണ്ടാക്കിയ നിറങ്ങൾ. ഹോറസിന്റെ തല നീലയോ പച്ചയോ ആയിരിക്കും. തോത്തിന്റെ തല വെള്ളയോ ചാരയോ ആയിരിക്കും. ഫറവോയുടെ വസ്ത്രങ്ങൾ വെള്ളയും സ്വർണവും ആയിരിക്കും. ഈ നിറങ്ങൾ കാലക്രമേണ മങ്ങിപ്പോയി, ഇപ്പോൾ നമുക്ക് കല്ല് മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ നാം ഭാവനയിൽ യഥാർത്ഥ നിറങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയും. ഈ ശിലാഫലകത്തിന്റെ ഹീറോഗ്ലിഫിക്സും ശ്രദ്ധേയമാണ്. ചിത്രത്തിന് ചുറ്റും ഹീറോഗ്ലിഫിക്സ് കൊത്തിയിട്ടുണ്ട്. ഈ ചടങ്ങിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ദേവന്മാരുടെ പേരുകൾ, ഫറവോയുടെ സ്ഥാനപ്പേരുകൾ. ഈ എഴുത്തുകൾ കേവലം വിവരണാത്മകമല്ല, അവ മന്ത്രങ്ങളാണ്, പ്രാർത്ഥനകളാണ്, ശില്പത്തിന് മാജിക്കൽ ശക്തി നൽകുന്നവയാണ്. ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം എഴുതപ്പെട്ട വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരു കാര്യം എഴുതിയാൽ അത് യാഥാർത്ഥ്യമാകും. ഈ വിശ്വാസം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്നു. ശവകുടീരങ്ങളിൽ അവർ ഭക്ഷണത്തിന്റെ പേരുകൾ എഴുതി, മരിച്ചവർക്ക് നിത്യമായി ഭക്ഷണം ലഭ്യമാകുമെന്ന് വിശ്വസിച്ചു. ശത്രുക്കളുടെ പേരുകൾ എഴുതി തകർത്തോ അവരെ നശിപ്പിക്കാനായി. നല്ല കാര്യങ്ങൾ എഴുതി അവ സംഭവിക്കാനായി. വാക്കുകൾ വെറും വാക്കുകളല്ല, അവ ശക്തിയാണ്, മാജിക്കാണ്, യാഥാർത്ഥ്യമാണ്. നമ്മുടെ യാത്ര അവസാനിക്കാൻ അടുക്കുന്നു, എന്നാൽ നമുക്ക് ഈ കഥയുടെ സാരം മനസ്സിലാക്കാം. ഫറവോയുടെ മാമ്മോദീസ വെറും ഒരു ചടങ്ങല്ല, ഇത് ഒരു രൂപാന്തരമാണ്, മനുഷ്യനെ ദൈവമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഹോറസും തോത്തും വെറും ദേവന്മാരല്ല, അവർ ഈജിപ്ഷ്യൻ മൂല്യങ്ങളുടെ പ്രതീകങ്ങളാണ്, ക്രമത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതിനിധികളാണ്. അൻകും വാസും വെറും ചിഹ്നങ്ങളല്ല, അവ ജീവനും ആധിപത്യവുമാണ്, ഫറവോയുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ്. ഈ ശിലാഫലകം പുരാതന ഈജിപ്തിന്റെ ഒരു ജാലകമാണ്. അതിലൂടെ നോക്കുമ്പോൾ നാം ഒരു വ്യത്യസ്ത ലോകം കാണുന്നു. ദേവന്മാരും മനുഷ്യരും ഒരുമിച്ച് നടന്ന ഒരു ലോകം, മരണം ഒരു പുതിയ തുടക്കമായിരുന്ന ഒരു ലോകം, വാക്കുകൾക്ക് ശക്തിയുണ്ടായിരുന്ന ഒരു ലോകം. ഈ ലോകം നമ്മുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, എന്നാൽ അതിന്റെ മൂല്യങ്ങൾ, അതിന്റെ സ്വപ്നങ്ങൾ, അതിന്റെ പ്രതീക്ഷകൾ നമുക്ക് പരിചിതമാണ്. ഈജിപ്ഷ്യൻ ജനത നീതിക്കായി ആഗ്രഹിച്ചു, ക്രമത്തിനായി പ്രാർത്ഥിച്ചു, നിത്യക്കായി സ്വപ്നം കണ്ടു. അവർ തങ്ങളുടെ രാജാക്കന്മാരെ സ്നേഹിച്ചു, തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചു, തങ്ങളുടെ ഭൂമിയെ ബഹുമാനിച്ചു. അവർ ശക്തമായ ഒരു സമൂഹം നിർമ്മിച്ചു, മഹത്തായ സ്മാരകങ്ങൾ സൃഷ്ടിച്ചു, സമ്പന്നമായ ഒരു സംസ്കാരം വികസിപ്പിച്ചു. അവരുടെ നേട്ടങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഫിലായ ക്ഷേത്രം സന്ദർശിക്കുന്ന ആർക്കും ഈ ശിലാഫലകം കാണാൻ കഴിയും. നൈലിന്റെ നീല വെള്ളത്തിനു മുകളിൽ പുരാതന കല്ലുകളുടെ നടുവിൽ ഈ കഥ ഇപ്പോഴും കാണാം. സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ കിരണങ്ങൾ ശില്പത്തിൽ വീഴുന്നു, നിഴലുകൾ നീങ്ങുന്നു, ഹോറസും തോത്തും ജീവിക്കുന്നതുപോലെ തോന്നുന്നു.
അവർ ഇപ്പോഴും ഫറവോയെ അനുഗ്രഹിക്കുന്നതുപോലെ, അവർ ഇപ്പോഴും അൻകും വാസും നൽകുന്നതുപോലെ. ഈ കഥ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ തലമുറയും പുരാതന ഈജിപ്തിനെ പുതുക്കി കണ്ടെത്തുന്നു, അതിന്റെ രഹസ്യങ്ങൾ പുനർവ്യാഖ്യാനം ചെയ്യുന്നു, അതിന്റെ സന്ദേശങ്ങൾ പുതിയ രീതിയിൽ മനസ്സിലാക്കുന്നു. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ പുരാതന ഈജിപ്ത് ഇപ്പോഴും പ്രസക്തമാണ്, ഇപ്പോഴും ആകർഷകമാണ്, ഇപ്പോഴും നമ്മുടെ സങ്കല്പങ്ങളെ ആവേശം കൊള്ളിക്കുന്നു. സ്നേഹിതരെ, നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. നാം നൈലിന്റെ തീരങ്ങളിൽ നിന്ന് യാത്ര തുടങ്ങി, പുരാതന ക്ഷേത്രങ്ങളിലൂടെ നടന്നു, ദേവന്മാരുടെ കഥകൾ കേട്ടു, ഫറവോകളുടെ മഹത്വം കണ്ടു. നാം മനസ്സിലാക്കി, ഒരു ശിലാഫലകം എത്ര പറയാൻ കഴിയുന്നുവെന്ന്, ചരിത്രം എത്ര ആഴമുള്ളതാണെന്ന്, സംസ്കാരം എത്ര സമ്പന്നമാണെന്ന്. ഈ ശിലാഫലകം വെറും കല്ലല്ല. ഇത് ഒരു കഥയാണ്, ഒരു ചരിത്രമാണ്, ഒരു പൈതൃകമാണ്. പുരാതന ഈജിപ്തിന്റെ ഈ അത്ഭുതകരമായ യാത്രയിൽ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായിരുന്നു. ഫിലായിലെ ഈ ചെറിയ ശിലാഫലകം നമുക്ക് വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഇത് പറയുന്നു, നമ്മുടെ പ്രവൃത്തികൾ നിത്യതയിൽ പ്രതിഫലിക്കുമെന്ന്, നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന്, നമ്മുടെ സ്വപ്നങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുമെന്ന്.